തന്ത്രി അറസ്റ്റിലായപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിവിധ സംഘടനകളും സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവർ വ്യാപകമായിട്ട് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഇടുക്കി ജില്ലയുടെ പ്രഭാരിയാണ്. നാരായണൻ നമ്പൂതിരി എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്വന്തം അളിയനെ രക്ഷിച്ചെടുക്കാൻ വ്യാപകമായ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. എല്ലാവരോടും ഞാൻ സമദൂരമാണ് പുലർത്തുന്നത്. പക്ഷേ ഞാനിവിടെ രാഷ്ട്രീയം പറയല്ല, തന്ത്രിയെ രക്ഷിച്ചെടുക്കേണ്ടത് ചില ആൾക്കാരുടെ ആവശ്യമാണ്. അതിനുവേണ്ടി വ്യാപകമായ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് കോൺഗ്രസ്സുകാർ CPM-നെ കുറ്റം പറയും, CPM-കാർ കോൺഗ്രസിനെ കുറ്റം പറയും. ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രധാന പ്രതി തന്ത്രിയാണെന്ന് പറയാൻ കാര്യം, ഈ ദേവപ്രശ്നം നടക്കുമ്പോൾ ശബരിമലയിലെ കൊടിമരത്തിൻ്റെ അടിവശത്ത് കുശുത്തുപോയി ക്രിമികീടങ്ങളുണ്ടായി. അത് ഭഗവാന് അനിഷ്ടത്തിന് കാരണമാണ്. ഭക്തജനങ്ങൾക്ക് ഇതുണ്ടാകും, ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് എല്ലാവർക്കും നാശം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അടിയന്തരമായിട്ട് മാറ്റണമെന്നാണ് അന്നത്തെ ദേവപ്രശ്ന വിധിയിൽ പറഞ്ഞത്. ഈ ദേവപ്രശ്ന വിധിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഇത് തടിയാണെന്ന് പോലും കണ്ടെത്താൻ അവർക്ക്, തടിയല്ല കോൺക്രീറ്റ് ആണെന്ന് പോലും അവർ കണ്ടെത്തിയില്ല. ഇത് തടിയാണെന്നുള്ള നിഗമനത്തിലാണ് ഇവർ ഇതെല്ലാം പറഞ്ഞത്. അന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, എഴിക്കോട് ശശി നമ്പൂതിരി പറഞ്ഞു ഇത് 1970-ലാണ് സ്ഥാപിച്ചത്, ഞാനതിൽ പങ്കെടുത്തതാണ്, ഇത് കോൺക്രീറ്റ് ആണ്. അപ്പം രാജീവ് തന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ മിണ്ടായി, നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങൾ മിണ്ടായിരിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ ശാസിച്ചു. അദ്ദേഹം പിന്നെ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് ഈ കൊടിമരം പൊളിക്കുന്ന സമയത്താണ് ഇത് കോൺക്രീറ്റ് ആണെന്ന് അറിയുന്നത്. ഇടിച്ചു പൊട്ടിച്ചിട്ട് പൊട്ടത്തില്ല, അത്ര കാഠിന്യമേറിയ ഇതായിരുന്നു. അതിനകത്ത് അജയ് തറയിൽ പറഞ്ഞ പോലെ അതിനകത്ത് യാതൊരു പ്രശ്നമില്ല, അതിനകത്ത് കുശുത്തിട്ടുമില്ല, അതിനകത്ത് കോൺക്രീറ്റ് അടന്നു പോയിട്ടുള്ള ഒന്നുമില്ല. രാത്രി ഇടിച്ചു പൊളിച്ച് എത്ര നേരം, എത്ര ദിവസം, അല്ല എത്ര പണിക്കാരെന്ന് പണിതിട്ടാണ് അത് രാത്രി മുഴുവൻ ഇടിച്ചു പൊളിച്ച് കഷ്ണങ്ങളാക്കി അത് ചാക്കിൽ കെട്ടി ട്രാക്ടറിൽ കൊണ്ടുവന്ന് പമ്പയിലെ ആറാട്ട് കടവിലാണ് നിമഞ്ജനം ചെയ്യുന്നത്. അപ്പോൾ യാതൊരു, അതിനകത്ത് ആകെപ്പാടെ തടിയെന്ന് പറഞ്ഞാൽ ദണ്ട് മാത്രമേ ഉള്ളൂ, കൊടി കയറ്റുന്ന ദണ്ട് മാത്രമേ ഉള്ളൂ. അതിനകത്ത് തടിയെന്ന് പറയാം. അത് ചിത കൂട്ടി സംസ്കരിക്കാനായിട്ട് തീരുമാനിച്ചത് എവിടെ? ഭസ്മക്കുളത്തിൻ്റെ എവിടെയാണ്. അപ്പോൾ ASP കുറിപ്പ് പറഞ്ഞത് അവിടെ അല്ല, ഇത് കറക്റ്റ് തെക്ക് ഭാഗത്താണ്, തന്ത്രി മഠത്തിൻ്റെ തൊട്ടപ്പുറയാണ് സംസ്കരിക്കേണ്ടത്. പിന്നെ അവിടെയാണ് സംസ്കരിച്ചത്. ചിത വരെ അവർ കൂട്ടിയതാണ്. ഇവർക്ക് എല്ലാവരും വിചാരിച്ചിരുന്നത് ഇത് തടിയാണെന്നാണ് വിചാരിച്ചിരുന്നത്. ഇവർക്കിത് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ശബരിമലത്തെ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയ അവസ്ഥയിലാണ്. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ 1998 മുതൽ 2026 വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കണം. ഏത് രാഷ്ട്രീയക്കാർ ദേവസ്വം ബോർഡ് ഭരിച്ചാലും അത് വിശദമായിട്ട് വിവരങ്ങൾ അന്വേഷിക്കണം.